പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 7-ാം തീയതി ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡ്സ് കറണ്ട് അഫേഴ്സ്. പാരീസ് ഒളിമ്പിക്സിന്റെ സമാപനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓഗസ്റ്റ് 11-ാം തീയതിയാണ് പാരീസ് ഒളിമ്പിക്സ് അവസാനിക്കുന്നത്. നിരവധി ഈവന്റ്സ് കഴിഞ്ഞു. പല രാജ്യങ്ങളും മെഡൽ നിരയിൽ ഏറ്റവും ടോപ്പ് ലെവലിലും, അതുപോലെ തന്നെ ഇന്ത്യയാണെങ്കിൽ 3 മെഡൽസ് ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യക്ക് 4 മെഡൽസിന്റെ പ്രതീക്ഷയുണ്ട്. ഇന്നലത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത് അർമാൻ ഡുപ്ലാന്റിസിന്റെ ദിവസമായിരുന്നു. പോൾ വോൾട്ടിലെ കിങ് എന്നറിയപ്പെടുന്ന അർമാൻ ഡുപ്ലാന്റിസ് അദ്ദേഹം വീണ്ടും റെക്കോർഡ് തകർത്തു. ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ സ്പോർട്സ് പേജിൽ ഏതാണ്ട് ഹാഫ് പേജ് അർമാൻ ഡുപ്ലാന്റിസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ റെക്കോർഡിനെ കുറിച്ചുമാണ്. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. അത് നമ്മുടെ കോമ്പറ്റീഷനിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 6 ഓഗസ്റ്റ് 2024 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് നൽകിയ പരമോന്നത സിവിലിയൻ അവാർഡിന്റെ പേരെന്താണ്? ദി ഓർഡർ ഓഫ് ഫിജി. ഓഗസ്റ്റ് 6-ാം തീയതി ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഫിജി സർക്കാർ നൽകിയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണ് ദി ഓർഡർ ഓഫ് ഫിജി. ദ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി എന്നറിയപ്പെടുന്ന ഓർഡർ ഓഫ് ഫിജി ആ രാജ്യത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡ് ആണ്. ഇതാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു അവാർഡ് നൽകിയത് ഫിജിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റാത്തു വില്യം മൊവേലിലി കറ്റോനിവറയാണ്. ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 7 വരെയായിരുന്നു ഫിജി സന്ദർശിച്ചത്. ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 7 വരെയായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഫിജി സന്ദർശിച്ചത്. ഫിജിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കറ്റോനിവറയുടെ ക്ഷണപ്രകാരമാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഫിജി സന്ദർശിച്ചിട്ടുള്ളത്. ഇത് ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 7 വരെയായിരുന്നു. ആദ്യമായിട്ടാണ് ഫിജി എന്ന ഒരു ദ്വീപ സമൂഹത്തിൽ ഒരു ഇന്ത്യൻ രാഷ്ട്രതലവൻ സന്ദർശിക്കുന്നത്. ഫിജിയുടെ ക്യാപിറ്റൽ ആണ് സുവ. ഫിജിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഫിജിയൻ, ഇംഗ്ലീഷ്, ഫിജി ഹിന്ദി. അവിടുത്തെ കറൻസിയാണ് ഫിജിയൻ ഡോളർ. പാരീസ് 2024 ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തുന്നയാൾ ആരായിരിക്കും? മനു ഭാക്കർ. ഈ വരുന്ന ഓഗസ്റ്റ് 11-ാം തീയതിയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങ്. ഈ സമാപന ചടങ്ങിൽ മനു ഭാക്കർ ആയിരിക്കുള്ളൂ ഇന്ത്യൻ പതാക ഏന്തുന്നയാൾ. 23 വയസ്സുള്ള മനു ഭാക്കർ ഈ പ്രാവശ്യത്തെ പാരീസ് ഒളിമ്പിക്സിൽ 2 മെഡൽസ് ആണ് നേടിയിട്ടുള്ളത്. 2 ബ്രോൺസ് ആണ് നേടിയിട്ടുള്ളത് പാരീസ് ഒളിമ്പിക്സിൽ. കഴിഞ്ഞ വർഷം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ റെസ്ലർ ആയിട്ടുള്ള ബജ്രംഗ് പുനിയായിരുന്നു ഇന്ത്യയുടെ പതാക ഏന്തിയിട്ടുള്ള സമാപന ചടങ്ങിൽ പതാക ഏന്തിയിട്ടുള്ളത്. 2020 റെസ്ലർ ബജ്രംഗ് പുനിയും 2024 പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിന്റെ ആരംഭത്തിൽ, അതായത് ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യയുടെ പതാക ഏന്തിയിട്ടുള്ളത് PV സിന്ധുവും ശരത് കമൽ ആണ്. പാരീസിലെ സിയന്ന റിവറിന്റെ അടുത്ത് നടന്നിട്ടുള്ള ഈ ഒരു ചടങ്ങിൽ ആണ് PV സിന്ധുവും ശരത് കമലും ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത്. 2024 ബിംസ്റ്റെക് ബിസിനസ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ബിംസ്റ്റെക്, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്ന ബിംസ്റ്റെക്കിന്റെ ബിസിനസ് ഉച്ചകോടി നടക്കാൻ പോവുകയാണ് ഇന്ത്യയിലാണ്. ബിംസ്റ്റെക്കിലെ അംഗങ്ങളാണ് ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, തായ്ലാന്റ്, മ്യാൻമാർ. ബിംസ്റ്റെക്കിന്റെ ആദ്യത്തെ ഒരു ബിസിനസ് മീറ്റ് ആണ് ഇപ്പോൾ ഓഗസ്റ്റ് 6 മുതൽ ഓഗസ്റ്റ് 8 വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ S ജയശങ്കർ ആണ്. സൗത്ത് ഏഷ്യയുടെ ഭാഗമായിട്ടുള്ള ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ഇന്ത്യ, ശ്രീലങ്ക എന്നിവയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ് മ്യാൻമാർ, തായ്ലൻഡ്. ഇത്രയും രാജ്യങ്ങളാണ്. ഈ ഒരു 7 രാജ്യങ്ങൾ അടങ്ങുന്ന ഒന്നാണ് ബിംസ്റ്റെക്. 1997 ജൂൺ 6-ാം തീയതിയാണ് ബിംസ്റ്റെക് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ക്യാപിറ്റൽ ആണ്, ബിംസ്റ്റെക്കിന്റെ ക്യാപിറ്റൽ ആണ് ബംഗ്ലാദേശിലെ ധാക്ക. 2024 വരെയുള്ള ഒളിമ്പിക് ചരിത്രത്തിൽ ഒരേ ഇനത്തിൽ തുടർച്ചയായി 5 വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഗുസ്തിക്കാരൻ ആരാണ്? ക്യൂബൻ റെസ്ലർ മിജേൻ ലോപ്പസ്. 2008 ഒളിമ്പിക്സ് മുതൽ 2024 ഒളിമ്പിക്സ് വരെ, അതായത് ഒരേ ഇനത്തിൽ 5 പ്രാവശ്യം 5 ഒളിമ്പിക്സിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ള റെസ്ലർ ആണ് ക്യൂബൻ റെസ്ലർ മിജേൻ ലോപ്പസ്. ഇന്നലെ നടന്നിട്ടുള്ള റെസ്ലിംഗിലും ക്യൂബൻ റെസ്ലർ ആയിട്ടുള്ള മിജേൻ ലോപ്പസ് ആണ് വിജയിച്ചത്. 2008 ബീജിംഗ്, 2012 ലണ്ടൻ, 2016 റിയോ, 2020 ടോക്കിയോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിലാണ് ക്യൂബൻ റെസ്ലർ ആയിട്ടുള്ള മിജേൻ ലോപ്പസിന്റെ വിജയം. ചാമ്പ് ഡി മാസ് അറീനയിൽ നടന്നിട്ടുള്ള ഗ്രീക്കോ റോമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ റെസ്ലിംഗ് 130 കിലോഗ്രാം കാറ്റഗറിയിലാണ്
മിച്ചൈൻ ലോപ്പസ് ചിലിയുടെ യാസ്മാനി അക്കോസ്റ്റയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ മത്സരത്തിന്റെ വിജയത്തോടുകൂടി ക്യൂബൻ റെസ്ലർ മിച്ചൈൻ ലോപ്പസ് തന്റെ ഇന്റർനാഷണൽ കരിയറിൽ നിന്ന് വിടവാങ്ങി. അതിന്റെ സൂചനയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കോച്ചിന് അദ്ദേഹം നൽകിയിട്ടുള്ള ബിയർ ഹഗ്. ബിയർ ഹഗ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹഗിനെ ബിയർ ഹഗ് എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം റെസ്ലിംഗ് നടന്നിട്ടുള്ള മാറ്റിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഷൂസ് നടുക്ക് ഊരിവെച്ചു. അതായത് ഒരു റെസ്ലിംഗിൽ ഇന്റർനാഷണൽ മത്സരത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ എടുത്തു കാണിക്കുന്ന ഒന്നാണ്, അതായത് ഷൂസ് ഊരിവെച്ചുകൊണ്ട് നടന്നു പോകുക. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് പൊഗാട്ടിനോട് പരാജയപ്പെട്ട 4 തവണ ഗുസ്തി ലോക ചാമ്പ്യന്റെ പേരെന്താണ്? യുയു സുസാക്കി. ജപ്പാന്റെ യുയു സുസാക്കി 4 പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻ ആയിരുന്നു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യയുടെ റെസ്ലർ ആയിട്ടുള്ള വിനേഷ് പൊഗാട്ടിനോട് പരാജയപ്പെട്ടു. ഇന്നലെ നടന്നിട്ടുള്ള മത്സരത്തിലാണ് വിനേഷ് പൊഗാട്ടിനോട് ജപ്പാന്റെ യുയു സുസാക്കി പരാജയപ്പെട്ടിട്ടുള്ളത്. ഇത് 50 കിലോഗ്രാമിന്റെ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിലാണ് വിനേഷ് പൊഗാട്ടിനോട് ജപ്പാന്റെ റെസ്ലർ ആയിട്ടുള്ള യുയു സുസാക്കി പരാജയപ്പെട്ടിട്ടുള്ളത്. ഇതിലൂടെ ഇന്ത്യൻ താരമായിട്ടുള്ള വിനേഷ് പൊഗാട്ട് പാരീസ് ഒളിമ്പിക്സിൽ ഫൈനൽ മത്സരത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് പ്രതീക്ഷിക്കാം. ഇതിനു മുമ്പ് റെസ്ലിംഗ് ചരിത്രത്തിൽ 2016 സാക്ഷി മല്ലിക് ആണ് ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് നേടിയിട്ടുള്ളത്. ഇന്ത്യക്ക് ഫീമെയിൽ റെസ്ലിംഗ് ലഭിച്ചിട്ടുള്ള മെഡൽ ആണ് ബ്രോൺസ്. ജപ്പാന്റെ യുയു സുസാക്കി 4 പ്രാവശ്യം വേൾഡ് ചാമ്പ്യനും ടോക്കിയോ ഗോൾഡ് മെഡലിസ്റ്റുമാണ്. 82 ഇന്റർനാഷണൽ മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ള ജപ്പാന്റെ റെസ്ലർ ആണ് യുയു സുസാക്കി. പാരീസ് 2024 ഒളിമ്പിക്സ് പുരുഷന്മാരുടെ പോൾ വോൾട്ട് സ്വർണ്ണ മെഡൽ നേടിയ മോണ്ടോ ഡുപ്ലാന്റിസ് ഏത് രാജ്യക്കാരനാണ്? സ്വീഡൻ. സ്വീഡന്റെ പോൾ വോൾട്ടർ ആയിട്ടുള്ള മോണ്ടോ ഡുപ്ലാന്റിസ് വീണ്ടും പാരീസ് ഒളിമ്പിക്സിലൂടെ തന്റെ വേൾഡ് റെക്കോർഡ് തകർത്തു. 6.25 മീറ്റർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വേൾഡ് റെക്കോർഡ്. ഏതാണ്ട് 69,000 കാണികൾ ഉള്ള ആ സ്റ്റേഡിയത്തിൽ മോണ്ടോ ഡുപ്ലാന്റിസിന്റെ പ്രകടനം ഒരു വലിയൊരു പ്രകടനം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ മത്സരത്തിന് തൊട്ടു മുമ്പ് മോണ്ടോ 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 എന്ന് അദ്ദേഹത്തെ ആർത്തു വിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത്. 9 പ്രാവശ്യം തന്റെ തന്നെ സ്വന്തം റെക്കോർഡ് തകർത്തിട്ടുള്ള ഒരു താരമാണ് മോണ്ടോ ഡുപ്ലാന്റിസ്. ഈ കഴിഞ്ഞ ഏപ്രിൽ നടന്നിട്ടുള്ള സിയാമിൻ ഡയമണ്ട് ലീഗിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് ആയിരുന്നു 6.24 മീറ്റർ. എന്നാൽ ലേറ്റസ്റ്റ് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡ് ആണ് 6.25 മീറ്റർ. ഈ ഒരു മത്സരത്തിൽ USA സാം കെട്രിക്സ് ആണ് 5.95 മീറ്റർ ചാടിക്കൊണ്ട് സിൽവർ നേടിയിട്ടുള്ളത്. ഗ്രീസിന്റെ ഇമ്മോനോലി കരാലിസ് ബ്രോൺസ് നേടി. പോൾ വോൾട്ടിലെ രാജാവ് എന്ന് പറയാൻ പറ്റും അർമാൻ ഡുപ്ലാന്റിസ് അല്ലെങ്കിൽ മോണ്ടോ ഡുപ്ലാന്റിസ്. ഇന്നലെ ഓഗസ്റ്റ് 6 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ 4ാമതായി ഫിനിഷ് ചെയ്ത ലക്ഷ്യ സെൻ ഏത് മേഖലയിലെ കളിക്കാരനാണ്? ബാഡ്മിന്റൺ. ഇന്ത്യയിലെ പ്രൊഫഷണൽ ബാഡ്മിന്റൺ താരമാണ് ലക്ഷ്യ സെൻ. സിംഗിൾസ് ബാഡ്മിന്റണിൽ ഒളിമ്പിക്സിന്റെ സെമിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ഷട്ടിൽ താരമാണ് ലക്ഷ്യ സെൻ. പക്ഷെ അദ്ദേഹം ആ മത്സരത്തിൽ പരാജയപ്പെട്ടു. 4ാം സ്ഥാനമാണ് അദ്ദേഹത്തിന് ഈ ഒരു ഈവന്റിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 6 ഓഗസ്റ്റ് 2024 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് നൽകിയ പരമോന്നത സിവിലിയൻ അവാർഡിന്റെ പേരെന്താണ്? ദി ഓർഡർ ഓഫ് ഫിജി. പാരീസ് 2024 ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തുന്നയാൾ ആരായിരിക്കും? മനു ബക്കർ. 2024 ബിംസ്റ്റെക് ബിസിനസ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. 2008 മുതൽ 2024 വരെയുള്ള ഒളിമ്പിക് ചരിത്രത്തിൽ ഒരേ ഇനത്തിൽ തുടർച്ചയായി 5 വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഗുസ്തിക്കാരൻ ആരാണ്? ക്യൂബൻ ഗുസ്തി താരം മിച്ചൈൻ ലോപ്പസ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് പൊഗാട്ടിനോട് പരാജയപ്പെട്ട 4 തവണ ഗുസ്തി ലോക ചാമ്പ്യന്റെ പേരെന്താണ്? ജപ്പാനിലെ യുയു സുസാക്കി. പാരീസ് 2024 ഒളിമ്പിക്സ് പുരുഷന്മാരുടെ പോൾ വോൾട്ട് സ്വർണ്ണ മെഡൽ നേടിയ മോണ്ടോ ഡുപ്ലാന്റിസ് ഏത് രാജ്യക്കാരനാണ്? സ്വീഡൻ. ഇന്ന് ഓഗസ്റ്റ് 7 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. അഗർത്തല അക്കോറ റെയിൽ ലിങ്ക് ഈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? അഗർത്തല അക്കോറ റെയിൽവേ ലിങ്ക് ഇന്ത്യയും ഏത് രാജ്യം തമ്മിലുള്ളതാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.